ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ കുഞ്ഞുടുപ്പായാലോ? അതിന് വേണ്ടിയിട്ട് 11.5 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളമുള്ള ഒരു തുണി എടുക്കുക. അതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കി അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. ഈ സെൻറ്റർ മാർക്ക് ചെയ്യുക മീൻസ് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്ത് അപ്പോൾ ഈ വര പോലെ ആ മടക്കി ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. ആ മടക്കിലേക്ക് നമ്മൾ ഈ രണ്ടറ്റവും ചേർത്ത് അങ്ങോട്ട് മടക്കി വയ്ക്കുക. അതായത് ഈ അറ്റം വന്നിട്ട് ഈ സെൻറ്റർ ലൈനിലോട്ടും അപ്പുറത്തെ അറ്റവും ഇങ്ങോട്ട് മടക്കി സെൻറ്റർ ലൈനിലോട്ട് വച്ച് അങ്ങനെയാണ് ഇത് ഈ ജബ്ല എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഉടുപ്പിന് ഇതിന് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഫോൾഡും കൂടെ ഇങ്ങനെ ചേർത്ത് നമ്മൾ മടക്കിയെടുക്കണം. അതായത് ഈ ഓപ്പൺ ഭാഗത്തായിട്ടാണ് നെക്ക് വരുന്നത്. മറ്റ് ഫോൾഡഡ് ആയിട്ടുള്ള രണ്ട് ഭാഗത്തേക്കും ഇതിൻ്റെ ആം ഹോൾ കുഞ്ഞുങ്ങളുടെ കൈ ഇടുന്നില്ലേ ആ ഭാഗം വരും. അപ്പോൾ ഈ നെക്കിൻ്റെ അതായത് ഒരു ഓപ്പൺ ഭാഗം നമ്മൾ സെൻറ്ററിലോട്ട് മടക്കി നമ്മുടെ നേരെ വരുന്ന രീതിക്കാണ് നമ്മളിത് ക്ലോത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലിരിക്കുന്ന നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഒരു സ്ട്രിങ് ആയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടി വെക്കേണ്ട ഒരു തുണിയാണ്. ഇത് 15 സെൻറ്റിമീറ്റർ നീളവും 15 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയുള്ളൊരു തുണിയാണ്. ഇനി നമുക്കിതിൻ്റെ നെക്ക് വിട്ട് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ നെക്ക് വിട്ട് എന്ന് പറയുന്നത് 1.5 ഇഞ്ചും നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചുമാണ്. നെക്ക് വിട്ട് അതായത് ഇതിൻ്റെ വീതി 1.5യും നെക്കിനുള്ള നീളം 2 ഇഞ്ചുമാണ്. എന്നിട്ട് ഇതൊരു സ്ക്വയർ പോലെ, അതായത് തയ്ക്കുന്നവർക്ക് അറിയായിരിക്കും, ആദ്യം ഇതൊരു സ്ക്വയർ പോലെ ആക്കിയിട്ട് ആ സ്ക്വയറിൻ്റെ കോർണറിലിട്ട് നമ്മളതിനെ ഒന്ന് കേർവ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് സാധാരണ നെക്ക് ആം ഹോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ കേർവ് ചെയ്ത് ഇങ്ങനെ വളച്ച് വരച്ചാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. ഇനി നമുക്ക് എടുക്കേണ്ടത് ഷോൾഡറാണ്. ഈ ഷോൾഡർ നമ്മളിപ്പോൾ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ 2.5 ഇഞ്ച്, അത് കഴുത്ത് മാർക്ക് ചെയ്ത് നിർത്തിയില്ലേ ആ ഭാഗത്ത് നിന്ന് ഒരു 2.5 ഇഞ്ചാണ് പിന്നെ ഷോൾഡറിന് വേണ്ടി എടുക്കുന്നത്. അവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് ആം ഹോളും കൂടെ നമ്മൾ വരച്ചെടുക്കും. ആ 3 ഇഞ്ച് താഴോട്ട് വരച്ചതും നമ്മൾ പിന്നെ ബാക്കി തുണിയിലോട്ട് അതിനിങ്ങനെ സ്ട്രെയിറ്റ് ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് പിന്നെ അതും അതുപോലെ കോർണറിലൊന്ന് കർവ് ചെയ്തെടുക്കണം. ഇനി ആ കർവ് ചെയ്ത ലൈനിലൂടെ നമ്മളിത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഈ രണ്ട് പോർഷനും. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും ഈ ഓപ്പൺ ചെയ്ത സ്ഥലത്ത് രണ്ട് സ്ഥലത്തും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും, അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ആം ഹോൾ അതായത് കുഞ്ഞുങ്ങളുടെ കൈ ഇടേണ്ട ഭാഗവും ഇതിന് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇത് നെക്ക്. നമുക്കൊരു കട്ടിങ് ഫുള്ള് കഴിഞ്ഞ് ഇനി ഇത് സ്റ്റിച്ചിങ് ആണ്. അത് ആദ്യം നമ്മൾ ആം ഹോളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ചെറുതായിട്ട് ഈ അറ്റം ഒന്ന് മടക്കി പിന്നെ അതൊന്നുകൂടെ മടക്കിയിട്ട് അത്ര ആ സൈഡിൽ കൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കണം. രണ്ട് ആം ഹോളും ആദ്യം തയ്ച്ചെടുത്തിട്ട് പിന്നെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. രണ്ട് ആം ഹോള് നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രണ്ട്, അതായത് നമുക്ക് ഈ പോർഷൻ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗം, അതായത് നല്ല പോർഷൻ അകത്തോട്ട് വരുന്ന രീതിയിൽ മറിച്ചിട്ട് നമുക്ക് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കണം. ഈ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് ഒരുമിച്ച് കിട്ടും. അപ്പോൾ ആ ഫ്രണ്ട് നെക്ക് ലൈൻ ഫുള്ളായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് അതായത് നേരത്തെ ചെയ്തതുപോലെ മടക്കി ഫുൾ അടിക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ രണ്ട് സൈഡും, അതായത് ഫ്രണ്ട് നെക്കിൻ്റെ രണ്ട് സൈഡില്ലേ അതും ഈ താഴെ ഭാഗവും കൂടെ ഇങ്ങനെ ഇതുപോലെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം പണി പൂർത്തിയായി. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട്
സ്റ്റൈലിൽ, അതായത് രണ്ട് നെക്കിനെയും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ, അതായത് എന്താ പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് കെട്ടി വയ്ക്കാൻ പറ്റുന്നൊരു വള്ളിയായിട്ട് ഇങ്ങനെ ഈ ഒരു നമ്മൾ 15 ഇഞ്ച് നീളത്തിലെടുത്ത തുണിയെ ഇങ്ങനെ രണ്ടറ്റം അകത്തോട്ട് മടക്കി അതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് തുമ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രണ്ടിങ്ങനെ ലട്കൻ പോലെ ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്ത് നമുക്കിടാം. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അത് നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ നെക്ക് സൈഡ് വരുന്നില്ലേ, അവിടെയായിട്ട് ചെറുതായിട്ട് 2-3 സ്റ്റിച്ച് അടിച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുടുപ്പിൻ്റെ വർക്ക് ഏകദേശം നല്ലത് ഫുൾ പൂർത്തിയായി കഴിഞ്ഞ്. അപ്പോൾ ഇതാണ്. ഇനി നമ്മളിത് കെട്ടിയും കൂടെ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കുഞ്ഞുടുപ്പ് റെഡിയായി. കുഞ്ഞുടുപ്പ് റെഡി ആയിട്ടുണ്ട്. Thanks for watching.